സിവിൽ എഞ്ചിനീയേഴ്സിന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എത്രത്തോളം വലുതാവുന്നതാണെന്ന് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സിറ്റി മുതൽ ലോകത്തിലെ എല്ലാ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനി വരാൻ പോകുന്നുണ്ട്. അതിൽ പല ജോബുകളുണ്ട്. സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോലികളും സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ജോലികളും, അതല്ലാതെ അതിൻ്റെ താഴെ കിടക്കുന്ന വർക്കേഴ്സും, അതിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേസ്, അതുപോലെ സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് മുകളിലേക്കുള്ള ജോലികളുണ്ട്. അതായത് നമുക്കൊരു കരിയറിൻ്റെ പാത്ത്, അതായത് നമുക്കിപ്പോൾ സിവിൽ മേഖലയിൽ വർക്ക് ചെയ്ത ആ ഒരാൾക്ക് എന്തായാലും സിവിൽ മേഖലയിൽ തന്നെ ജോലി, പഠിച്ച ഒരാൾക്ക് സിവിൽ മേഖലയിൽ തന്നെ ജോലി ചെയ്യണം ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സസും കാര്യങ്ങളും അതുപോലെ തന്നെ ജോലികളും നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖല വളർന്നുകൊണ്ടിരിക്കുന്ന കൂടത്ത് തന്നെ ഇതുപോലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. അതുപോലുള്ളൊരു ജോലിയാണ് ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബില്ലിംഗ് എഞ്ചിനീയർ, എസ്റ്റിമേഷൻ എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മേഖലയിലേക്ക് തിരിയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറയുന്ന ഒരു ആളുടെ ജോലി എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, അതായത് ഒരു കമ്പനീൻ്റെ നമ്മളെ ടെക്നിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളായിരിക്കും ഈ ഒരു ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കരിയറിലെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ആയിരിക്കും. നമ്മൾ എൻട്രിയിൽ ഈ ഒരു കോഴ്സ് തുടങ്ങിയിട്ട്, അതായത് ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം 1.5 വർഷം ആകാനായി. അതായത് ഏകദേശം ഒരു 16 മാസം. ഈ ഒരു 16 മാസം കൊണ്ട് തന്നെ ഏകദേശം 350-ലധികം പ്ലേസ്മെന്റ്സ് ഈ ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞ കോഴ്സിൽ അധികം നിത്യേന കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല, അതായത് ഒരു ജോബ്, അതായത് നമുക്കൊരു കരിയർ ഗ്രോത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു ജോബ് സാധ്യത കിട്ടുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം കോഴ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഏരിയ മാത്രമാണ്. വേറെ ഒരാൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ബിം എഞ്ചിനീയറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതല്ലാതെ ഓട്ടോകാഡ് കാര്യങ്ങൾ, അങ്ങനെ പല ഓൾറെഡി നമുക്ക് ഫെമിലർ ആയ ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇത് ഇത്ര ഫെമിലർ അല്ലാത്ത ഒരു ഫീൽഡായിരുന്നു നമ്മുടെ ക്വാണ്ടിറ്റി സർവേ. അപ്പോൾ എൻട്രിയിൽ ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് നല്ല രീതിയിൽ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കോഴ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് അത് ഈ ഒരു കോഴ്സിനെ എത്രത്തോളം എഫക്ട് ചെയ്തെന്നുള്ള കാര്യം, എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഇത്രത്തോളം പ്ലേസ്മെന്റ്സ് അവിടെ വരാൻ കാരണം ആ ഒരു മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മിഡിൽ ഈസ്റ്റിലെ പ്രൊജക്റ്റിൽ ലൈവായിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി സർവേൻ്റെ ഓരോ പ്രൊജക്റ്റും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റ് ആ ഒരു ഇന്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് അത് ക്ലിയർ ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന ചാൻസ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു എക്സാമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതുപോലെ ജോബ് സാധ്യതയെ കുറിച്ച് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇതുപോലെ ഒരു ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സ്കോളർഷിപ്പ് എക്സാം വരാൻ പോകുന്നുണ്ട്. ഒരു മെഗാ സ്കോളർഷിപ്പ് എക്സാം വരാൻ പോകുന്നുണ്ട്. ക്വാണ്ടിറ്റി സർവേയിങ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇതിനകത്ത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആദ്യമായിട്ടാണ് എൻട്രി ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് എക്സാം നമ്മൾ നടത്തുന്നത്. ക്വാണ്ടിറ്റി സർവേയും പോലെ ഒരു സ്കില്ലിംഗ് കോഴ്സിനകത്ത് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനകത്ത് നമുക്ക് ബേസിക് ആയിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വരുന്ന ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഞാൻ അതൊരു ഹിന്റ് പോലെ പറയുകയാണ്. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിനകത്ത് നിങ്ങൾ ടോപ്പ് റാങ്ക് നേടുകയാണെങ്കിൽ 1ാം റാങ്കിന് ഏകദേശം 50% കോഴ്സിൻ്റെ അകത്ത് ഫീസിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, 50% ഫീസ് ഡിഡക്ഷൻ്റെ അകത്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക. അതുപോലെ തന്നെ 2ാം റാങ്ക് ആണെങ്കിൽ 40% കിട്ടും, 3ാം റാങ്ക് ആണെങ്കിൽ 35% കിട്ടും. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു എക്സാം സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 30% ഡിസ്കൗണ്ട് നമ്മൾ ഓഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിനകത്ത് കൊടുക്കുക, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതിനകത്തേക്കായിരിക്കും നമ്മൾ എക്സാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടാവുക. എൻട്രി ആപ്പ് ത്രൂ തന്നെയായിരിക്കും എക്സാം ഉണ്ടാവുക. പക്ഷേ എക്സാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രോപ്പർ ടൈമിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ ലിങ്കിനകത്ത് ഫോം ഫില്ല് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, അതായത് സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആർക്കും, ഡിപ്ലോമ കഴിഞ്ഞ് അതിന് മുകളിലോട്ടുള്ള ആർക്കും ഈ ഒരു എക്സാമിന് പങ്കെടുക്കാമെന്നാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ പറയാൻ കാരണം നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ലെവൽ നന്നായിട്ട് അറിയാവുന്നതാണ്. ITI ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കൊക്കെ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആളുകളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എഡ്ജ് വേറെ വ്യത്യാസമുണ്ട്. അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ BTech ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ആളുകൾ ഈ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ജോലി സാധ്യത കൂടുതലുണ്ട്. അല്ലെങ്കിൽ ITI കഴിഞ്ഞ് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പിന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഡിപ്ലോമ, BTech, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിലായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സിനകത്ത് ഫീസ് ഡിഡക്ഷൻ കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ എക്സാം എന്നാണ്? നമ്മുടെ സെപ്റ്റംബർ 26-ാം തീയതിയാണ്
കൂടുതൽ കാര്യങ്ങളൊന്നും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പ് എക്സാമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഈ സ്കോളർഷിപ്പ് എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും, രജിസ്ട്രേഷൻ ഫോം കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. താങ്ക് യു.